നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കുഞ്ഞമ്മേ, ആ വരുന്നു സാറേ. സാറേ, ഹർഷയും സുശീലാന്റി ഇതുവരെ പുറത്തേക്ക് വന്നില്ല കുഞ്ഞമ്മേ? ഇല്ല, ഇന്നലെ രാത്രി ഉറങ്ങാൻ വൈകി കാണും. ഇനിയിപ്പോ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോണെന്നൊക്കെ ആലോചിക്കണ്ടേ? ആലോചിക്കാൻ എന്താ, ആന്റിയുടെ വീടല്ലേ, ആന്റി എന്ന് കയറി അങ്ങ് താമസിക്കണം. മക്കള് വീടും പൂട്ടി എങ്ങോട്ടെങ്കിലും മുങ്ങിയതാണെങ്കിൽ പോലീസിനെ വിളിച്ച് അവരെ കൊണ്ട് തുറപ്പിക്കണം. സാറേ, എനിക്ക് തോന്നുന്നതേ സുശീല ഉടനെ അങ്ങനെ ഒരു നടപടിക്കൊന്നും പോവില്ലെന്നാ. അമ്മ വരുന്നുണ്ടെന്നറിഞ്ഞ് ഇന്നലെ വീട് പൂട്ടിപ്പോയ പിള്ളേര് ഇവള് അവിടെ ചെന്ന് താമസിച്ചാൽ സഹകരിക്കില്ലല്ലോ എന്നുള്ള പേടി സുശീലയ്ക്കുണ്ട്. അവര് സഹകരിച്ചില്ലെങ്കിൽ എന്താ, ആന്റിക്ക് സ്വന്തം നിലയിൽ അവിടെ പോയി ജീവിച്ചൂടെ? മത്സരിക്കാനും യുദ്ധം ചെയ്യാനൊന്നും അറിയാത്ത ആളല്ലല്ലോ സുശീലാന്റി. അതൊക്കെ ശരിയാ, പക്ഷെ വീട്ടിൽ കയറി ചെല്ലാൻ കഴിയാതെ സുശീല ഹർഷയുടെ വീട്ടിൽ താമസിക്കുകയാണെന്ന് നാട്ടുകാര് പറഞ്ഞു തുടങ്ങുമ്പോ മാനക്കേട് വിചാരിച്ച് മക്കൾ ഇവിടെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോയാലോ? അങ്ങനെയാവുമ്പോ വീട്ടിലായാലും അവര് സഹകരിച്ചല്ലേ പറ്റൂ. ആരും വന്നില്ലെങ്കിലും ഇന്ദ്രനെങ്കിലും വരുമെന്നൊരു പ്രതീക്ഷ സുശീലയ്ക്കുണ്ടാവും. ഇല്ല കുഞ്ഞമ്മേ, ആര് വന്നാലും ഇന്ദ്രൻ വരില്ല. സുശീല ആന്റി ഇനി ഒരു ദയയും അനുകമ്പയും പ്രതീക്ഷിക്കണ്ട. അവൻ വിട്ടത് തന്നെയാ. അതെനിക്കും അറിയാൻ രവി. ഇന്ദ്രൻ ഇപ്പൊ അവന്റെ ഭാര്യ വീട്ടിലല്ലേ, അതുകൊണ്ട് ഇനി അവനെ അവന്റെ ഭാര്യ അവിടുന്ന് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭാര്യയുമായി ഇന്ദ്രൻ വന്നാ അത് അംഗീകരിക്കാൻ ആന്റിയും തയ്യാറല്ലോ. അത് നിന്നോടാരാ പറഞ്ഞേ? ഇന്ദ്രൻ പറഞ്ഞോ? അവൻ അവളെയും കൂട്ടി അങ്ങോട്ട് വരട്ടെ രവി. അല്ലെങ്കിലും ഇനി എന്റെ അംഗീകാരം അവിടെ ആർക്കു വേണം? എനിക്കല്ലേ അവിടെ ജീവിക്കാൻ അവരുടെയൊക്കെ അനുവാദവും അംഗീകാരവും ഒക്കെ വേണ്ടത്. ആന്റിക്ക് ആരുടെ അനുവാദം ഒന്നും ആവശ്യമില്ല. ആ വീട് ആന്റിയുടെ പേരിലായതുകൊണ്ട് അവിടെ ആരൊക്കെ താമസിക്കണമെന്നും ആരൊക്കെ താമസിക്കരുതെന്നും വേണമെങ്കിൽ ആന്റിക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. വേണ്ട ഹർഷേ, അവകാശവും അധികാരവും ഒന്നും ചോദിക്കാൻ ഞാനില്ല. ഞാൻ ആ വീടിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ആർക്കും ഒരു ശല്യം ഇല്ലാതെ കഴിഞ്ഞു കൂടിക്കോളാം. എനിക്ക് ആ വീടൊന്ന് തുറന്നു കിട്ടിയാൽ മാത്രം മതി. അതിന് ഇന്ന് തന്നെ നമ്മളൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും ആന്റി. കുഞ്ഞമ്മേ, ചെന്നൊരു ചായ എടുത്തുണ്ട്. ഓ, എടുത്തു വെച്ചിട്ടുണ്ട്, ഇപ്പൊ കൊണ്ടുവരാം. രവിയേട്ടാ, ഞാനേ സുശീല ആന്റി ആന്റിയുടെ വീട്ടിൽ കൊണ്ടുവിടാൻ പോവാ. നീയോ? അതെ, ഞാനാണല്ലോ ആന്റിയെ ജാമ്യത്തിൽ ഇറക്കിയത്. എന്നുവെച്ച് ആന്റി എപ്പോഴും എനിക്കിവിടെ കൂടെ താമസിപ്പിക്കാൻ പറ്റുമോ? ഏയ്, അത് പറ്റില്ല. ദാ ചായ. ആന്റിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. അതിന്റെ പേരിൽ ആന്റി ജയിലിലും കിടന്നു. അതും പോരാഞ്ഞ് മക്കൾ അമ്മയെ സ്വന്തം വീട്ടിൽ കയറ്റില്ലെന്നും കൂടി പറഞ്ഞ അതനുവദിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അതിന് അവരങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്തോ കാരണത്താൽ അവരവിടെ ഉണ്ടായില്ലെന്നല്ലേ ഉള്ളൂ. സുശീല അങ്ങോട്ട് ചെന്നാൽ അവര് തടസ്സമൊന്നും പറയാനിടയില്ല. അവരെന്തൊക്കെയാ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ കുഞ്ഞമ്മേ. എന്തായാലും എന്റെ മക്കൾ എന്നോട് ക്ഷമിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി എന്തൊക്കെയാ അവർ കാട്ടിക്കൂട്ടുന്നതെന്ന് കണ്ടറിയാം. രവിയേട്ടാ, ഞങ്ങൾ പോയിട്ട് വരാം. പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ആന്റി ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. പോട്ടെ രവി. ശരി കുഞ്ഞമ്മേ, പോയിട്ട് വരാം. ഓ,
പോയിട്ട് വാ സുശീലേ, നിന്റെ മക്കള് നിന്നെ കൈവിടില്ല. ഉം.